സ്കൂളിലും കോളേജിലും ഒക്കെ നന്നായി പഠിക്കുമായിരുന്നല്ലോ ഞാൻ. പഠിച്ച് റാങ്ക് വരെ വാങ്ങിച്ചില്ലേ? സിവിൽ സർവീസ് എഴുതിയെടുത്തില്ലേ? ഒടുവില് മസൂറിയിലെ സിവിൽ സർവീസ് ട്രെയിനിങ് കേന്ദ്രം, അവിടെ വരെ എല്ലാം കറക്റ്റ് ആയിരുന്നല്ലോ അല്ലേ? ഒരു രസത്തിന് ഉപയോഗിച്ച് തുടങ്ങിയതാ ഡ്രഗ്സ്. അതൊരു അഡിക്ഷൻ ആകുമെന്നോ ജീവിതം തന്നെ കൈവിട്ടു പോകുമെന്നോ കരുതിയതല്ല. മധുശ്രീയുടെ ജീവിതത്തില് ഏറ്റവും നശിച്ച് അവള് ആ ശാലിനി കയറി വന്നത്. ശരിക്കും ഞാനല്ല അച്ഛാ, അവള് ആ ശാലിനിയെ ശരിക്കുള്ള വിലത്തി. എനിക്കുണ്ടായ ചെറിയ ചില വീഴ്ചകളും പെരുപ്പിച്ചു കാട്ടി അവൾ അക്കാദമി ഫാക്കൽറ്റിക്ക് പരാതി നൽകി. പ്രൊഫഷണൽ ജലസി, അല്ലെങ്കിൽ തന്നെക്കാൾ കേമിയാകുമെന്ന് ഉറപ്പുള്ളൊരു ബാച്ച്മേറ്റിനെ പാട് വെക്കാനുള്ള തൊല, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. ഒരു ഡ്രഗ് അഡിക്റ്റിന്റെ പരിവേഷത്തില് നാണം കെട്ട് നാറി അവിടെ നിൽക്കാൻ തയ്യാറല്ലായിരുന്നു ഞാൻ. എല്ലാ കുറ്റസമ്മതവും നടത്തി മാപ്പ് എഴുതി കൊടുത്തിട്ട് പോന്നു. അച്ഛനൊന്ന് സപ്പോർട്ട് ചെയ്തില്ലേ അതിനെ? ആ വേദനയിലും സങ്കടത്തിലും മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങിപ്പോയി മധുശ്രീയുടെ ജീവിതം. ഇതൊക്കെ അങ്ങനെ ഇങ്ങ് തീരട്ടെ എന്ന് കരുതിയതാ. അതിനിടയില കളക്ടറായിട്ട് അവളുടെ മടങ്ങി വരവ്. അപ്പോ അച്ഛനും അമ്മയ്ക്കും വരെ എന്നെ പുച്ഛം അല്ലേ? എന്നെ കുപ്പയിൽ എറിഞ്ഞ് കളയണോ അല്ലേ? അച്ഛൻ പറഞ്ഞത് ശരിയാ. ശാലിനി എത്തിപ്പെട്ടിടത്തേക്കോ കയ്യെത്തി പിടിച്ചിടത്തേക്കോ ഒന്നും നോക്കാൻ പോലും പറ്റില്ല മധുശ്രീക്കിനി. പക്ഷെ ഒന്നുണ്ട്, ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്നല്ലേ പറഞ്ഞത്? മറ്റൊരു നിധിക്ക് വേണ്ടി അവനെയല്ലേ അവൾ വിട്ടുകൊടുക്കാത്തത്? എങ്കിൽ ശാലിനിക്ക് മേൽ മധുശ്രീ വിജയിക്കാൻ പോവാ. ശാലിനിയുടെ വില പിടിച്ച മുതല് ഞാൻ ഇങ്ങ് തട്ടിയെടുക്കാൻ പോവാ അവളുടെ വിഷ്ണു ഏട്ടനെ. എന്റെ കൂടെ വരുന്നവർക്ക് വരാം. കണ്ണീര് തുടച്ചു മുടങ്ങുന്ന വില്ലത്തിയുടെ അച്ഛൻ വേഷം അമ്മ വേഷം കേട്ടേണ്ടി വരില്ലാർത്തും. എൻടൈറ്റിൽ വരെ കാത്തിരിക്കാൻ ഒരു ക്ഷമ കാണിച്ച മാത്രം മതി. ഒടുവിലത്തെ ചിരി മധുശ്രീയുടേത് മാത്രമായിരിക്കും. വാ, അവളെ നേരി കണ്ടപ്പോ കളിക്കൊരു ഹരം കൂടി മധുശ്രീക്ക്. രണ്ടിലൊരാൾ ചത്തു വീഴട്ടെ, ഇനി ഈ കളി അവസാനിക്കും. ഇവളിന്നൊന്നും അടിച്ചു കയറ്റിയിട്ടില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞതാ കൂടെ തന്നെ നിന്നോളന്ന്. ഇല്ലെന്ന് 2 ദിവസമായിട്ട് ഒന്നും തൊട്ടിട്ടില്ല. അങ്ങനെ ഉള്ളപ്പോഴാ കൂടുതൽ സൂക്ഷിക്കേണ്ടത്. എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. വന്നേ. വിഷ്ണു, വിഷ്ണു, ഡോക്ടർ ഒന്നും പറയുന്നില്ലല്ലോടാ. ഹോസ്പിറ്റലിലേക്ക് മറ്റോ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാടാ. മരണത്തിന്റെ വക്കിലെത്തിയ ഒരാളെ എത്ര നേരമാണ് ഇങ്ങനെ ഡോക്ടറിന്റെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കുന്നത്? നമുക്ക് നോക്കാം. നമ്മുടെ അച്ഛൻ ചേട്ടാ, ദേ നോക്ക്. മാരണം ഒഴുകിപ്പോയി എന്ന് കരുതിയതാണല്ലോ. രോഹിതൻ, ഇവർക്ക് നാണമില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇനി ശാലിനി വിഷ്ണുപ്രഭയുടെ ഭാര്യയെന്ന് അവൾക്കറിയില്ലേ? അവൾക്കറിയാം.
നല്ല വൃത്തിയായിട്ടറിയാം. അവള് വേറെന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടാ. സത്യമേ, ഡോക്ടർ രാഘവേട്ടൻ ഭയപ്പെടാനൊന്നുമില്ല. ആന്റിഡോസ് കുത്തിവെച്ചതോടെ ആള് നോർമലായി. ഒരാളുടെ ജീവൻ എടുക്കാൻ മാത്രം ആവൽക്കാരിയല്ല ടാബ്ലറ്റ്. ഈശ്വര, നെഞ്ചുവേദനയ്ക്കുള്ള ഗുളികയായതുകൊണ്ട് തന്നെ ഹൃദയസ്പന്ദനത്തിനുള്ള നിരക്ക് കുറയും. ഓവർഡോസ് ആയതുകൊണ്ട് ഹാർട്ട് ബീറ്റ് തീരെ ഇല്ലെന്ന് തോന്നിച്ചു. ഇവിടെ ഒരാൾ മരണം സ്ഥിരീകരിച്ചത് ശാസ്ത്രീയമായി പരിശോധിച്ചിട്ടൊന്നുമല്ലല്ലോ. ആ ടാബ്ലറ്റ് ഓവർഡോസ് ആയാൽ കാഴ്ചമങ്ങലും തലചുറ്റലും പിന്നെ അമിതമായി വിയർക്കുന്നതായുമൊക്കെ തോന്നും. ഒക്കെ ഹൃദ്രോഗ ലക്ഷണങ്ങളാണല്ലോ. ഛർദ്ദിക്കാനുള്ള പ്രവണതയും ചിലരിൽ കണ്ടുവരാറുണ്ട്. അല്ല ഡോക്ടർ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛന്? പറഞ്ഞല്ലോ, ഭയപ്പെടാനൊന്നുമില്ല. ആന്റിഡോസിന്റെ സെഡേഷനിൽ ആള് നല്ല മയക്കത്തിലാണ്. നന്നായി ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ ചിലപ്പോൾ തലചുറ്റലും ഛർദിയും ഒക്കെ ഉണ്ടായെന്ന് വരും. ഡോക്ടർ ഇപ്പൊ ഒന്ന് കാണാനായിട്ട്. ഇപ്പോൾ കാണാതിരിക്കുന്നത് നല്ലത്. ശാന്തമായി ഉറങ്ങിക്കോട്ടെ. ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ കാണുകയും സംസാരിക്കുകയൊക്കെ ആവാമല്ലോ. ഇനി ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ ഡോക്ടർ? ഏയ്, നോ ചാൻസ്. അപ്പൊ ആ കാലമാടൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും. സത്യമേ, എന്ന് ഞാനങ്ങോട്ട്. താങ്ക്സ് ഡോക്ടർ, പറഞ്ഞ തീരില്ല. നന്ദി. കാണാം. ശരി പിള്ളേ. ശരി സത്യം. സത്യമേ, ഒരു തീരുമാനം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക്. ശിവൻകുട്ടി, രാഘവേട്ടനൊന്ന് ഉണർന്നോട്ടെ. എനിക്ക് പലതും സംസാരിച്ചു തീർക്കാനുണ്ട്. പഴയതും പുതിയതും.
വിചാരിച്ച് എന്നെ കഴിച്ചതാ. മരിക്കാൻ തക്ക ഗുളിയൊന്നും ഇല്ലാതെന്ന് എനിക്കറിയില്ലായിരുന്നു. ചങ്കിനും ഹൃദയത്തിനുമൊക്കെ ഉള്ള ഏതോ ഗുളിയൊക്കെ ആണല്ലോ. കുറച്ച് കൂടുതൽ കഴിച്ചാ അത് ഹൃദയത്തെ തന്നെ പിടിച്ചു മുറുക്കുമെന്നങ്ങ് കരുതി. നമുക്ക് ഈ ഡോക്ടറുടെ അത്ര വിവരമൊന്നും ഇല്ലല്ലോ, ഇല്ലടാ? അല്ലെങ്കിൽ അങ്ങ് പോയേനെ. ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ലല്ലോ സംഭവിക്കുന്നത്, ഇല്ലോടെ പിള്ളേ? സാറേ, ജീവിതം അവസാനിപ്പിക്കാൻ എന്താ മാർഗമെന്ന് ഇയാളടുത്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. നമുക്കറിയാത്തതൊക്കെ പറഞ്ഞുതരാനാണല്ലോ കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ള ഇയാളെ ഇവിടെ കാലസ്ഥ പണിക്ക് വച്ചിരിക്കുന്നത്. അതുകൊണ്ടും ഒരു പ്രയോജനമില്ലെന്നായി. സ്വന്തം ജീവിതം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു മനുഷ്യജന്മം. എന്തൊരു പാഴാണെന്ന് നോക്കിയേ. അച്ഛാ, എന്തിനപ്പം ഇങ്ങനെയൊക്കെ? എടാ, ഇയാളുടെ ഒരു തത്വം. ഇയാളെ അങ്ങ് മേപ്പോട്ട് എടുത്തിരുന്നെങ്കിൽ ഇതൊന്ന് കേൾക്കേണ്ടി വരില്ലായിരുന്നു. ആമേ, നീയുമായിട്ട് എനിക്കൊരു പന്തയം ഉണ്ടായിരുന്നു. ഇത്തവണയെങ്കിലും ജയിച്ചു കാണിക്കുമെന്ന്, എന്റെ മരണം കൊണ്ടെങ്കിലും. അതിൽ ഞാൻ തോറ്റു. നിനക്ക് അഭിമാനിക്കാൻ ഭാമേ, എല്ലാത്തിലും നീ തന്നെ ജയിച്ചു. ചില ജന്മങ്ങളൊക്കെ അങ്ങനെ എല്ലായിടത്തും എല്ലായ്പ്പോഴും തോറ്റുകൊണ്ടേയിരിക്കും. മരണം കൊണ്ട് പോലും അവർക്ക് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല. അവരുടെ മരണവും ഒരു തോൽവിയായിരിക്കും. മൊത്തം കഥ കഴിഞ്ഞ് ജീവിതത്തിലെ വിജയങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ചിലപ്പോ മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നും, അയാൾ എന്തിനാ ജീവിച്ചതെന്ന്. അയാളുടെ ജീവിതം മൊത്തത്തിലൊരു തോൽവിയായി പോയല്ലോ എന്ന്. മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി അയാൾ തോറ്റുകൊടുത്തെന്നും അങ്ങനെ അവർ ജയിക്കുന്നത് കണ്ട് മാറി നിന്ന് മനസ്സുകൊണ്ട് സന്തോഷിച്ചെന്നൊന്നും മനസ്സിലാക്കാൻ ആർക്കും പറ്റിയെന്ന് വരില്ല. തോൽക്കുന്നത് മാത്രമല്ല, തോറ്റു കൊടുക്കുന്നവനും മണ്ടനാണല്ലോ. അതാണല്ലോ ഇപ്പൊ പുതിയ ജീവിത പാഠം. ജയിക്കുന്നവര് ചരിത്രമാവും, അല്ലാത്തവര് ചരിത്രത്തിലേ ഇല്ലാതാവും. ആമേ, ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുക. മരിക്കാനോ എനിക്ക് സാധിച്ചില്ല. എല്ലാ കോടതിയും വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അവസാനം രാഷ്ട്രപതി എടുത്ത് ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പരാതി ഉണ്ടല്ലോ. എന്താടോ പിള്ളേത്? ദയാഹർജി. മരിക്കാൻ ആഗ്രഹമില്ലാത്തവൻ ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന അപേക്ഷയാ. ഇവിടെ മരിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവൻ ജീവിക്കാൻ വേണ്ടി കൊടുക്കുന്ന പരാതിയെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാലും പറയുക, ഈ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം ആശിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിന് തടസ്സമായി നിൽക്കുന്ന ഒരേ ഒരാള്, അത് നീയാ.
ശാലിനിയോടുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നതേ. കാര്യങ്ങൾ ഇത്ര എത്തിയ സ്ഥിതിക്ക് ഞാൻ ശാരദാമ്മയുടെ വീട്ടിൽ പോയി ഇവളെ നേരിട്ട് കണ്ടു. ഭാമേ, നീ അവളെ നോക്കണ്ട. അങ്ങോട്ട് ചെന്നതും സംസാരിച്ചതൊക്കെ ഞാനാ. ഇവര് രണ്ടാളും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ആരുടെ കാലുപിടിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. എന്റെ മകന് അവൻ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടായി കൊടുക്കാമെന്ന് ഞാൻ കൊടുത്ത വാക്കാ. നമ്മുടെയൊക്കെ ജീവിതം ഇനി എത്ര നാളാ ഭാമേ? ഒരു കോടീശ്വരന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ചില്ലറ നാണയങ്ങൾ പോലെ കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളോ അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്താക്കുമ്പോൾ മനസ്സിനൊരു നിറവ് കിട്ടും. ആരെയും ദ്രോഹിക്കണമെന്നോ മുറിപ്പെടുത്തണമെന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ പുതിയൊരു ബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഴയതിലും ഒരു തീരുമാനമൊക്കെ വേണമല്ലോ. യുദ്ധമുന്നണിയിൽ വെടിയുതിർത്ത് തീർക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ തീർന്നിട്ടുള്ളത് ഒരു വട്ടമേശയ്ക്ക് ചുറ്റും സംസാരിക്കുമ്പോഴാണ്. ഒരുപാട് ജീവനും സമാധാനവും ഒക്കെ ലാഭം കിട്ടും. മഞ്ഞുരുകി തീർന്നെങ്കിൽ അങ്ങ് തീരട്ടെ എന്ന് കരുതി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദയാഹർജി ഞാൻ നിന്റെ കാൽക്കൽ വയ്ക്കുക. ഒരു രാഷ്ട്രപതിയുടെ മുമ്പിൽ ദയാഹർജി വരുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന അക്ഷരങ്ങളിലൂടെയാ അദ്ദേഹം ആ ജീവിതം ഊഹിച്ചെടുക്കുന്നത്. ഒരു കൊലപാതകയാണെങ്കിലും അതിലേക്ക് നയിച്ച സാഹചര്യം, അപ്പോഴത്തെ അയാളുടെ മനോവിചാരങ്ങൾ, പിന്നീട് അയാൾ അനുഭവിച്ച ആത്മസംഘർഷങ്ങൾ, ഇതൊക്കെ എത്ര അക്ഷരങ്ങളോട് വിവരിച്ചാലും മറ്റൊരാൾക്കത് മനസ്സിലാവണമെന്നൊന്നുമില്ല. ചിലപ്പോ അനുഭവിച്ച ആള് തന്നെ അത് മറന്നുപോയെന്നും വരാം. പക്ഷേ ഇവിടെ നീ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ജീവിതങ്ങളാ. ഒന്ന്, നീ നൊന്ത് പ്രസവിച്ച നിന്റെ മകൻ. രണ്ടാമത്തേത് നിന്റെ മകന്റെ ഭാര്യ. അത് നീ നൊന്ത് പ്രസവിച്ച നിന്റെ മകളേക്കാൾ കൂടുതൽ നന്മകൾ അവള് നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി നിനക്ക് തീരുമാനിക്കാം. എന്തൊക്കെ തെറ്റോ കുറ്റമോ ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്പരം പ്രാണം കൊടുത്ത് സ്നേഹിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചൂടെ? ഇനിയെങ്കിലും